സോണിയാഗാന്ധിക്ക് കത്തുണ്ട്, സീതാറാം യെച്ചൂരിക്ക് കത്തുണ്ട്, മമതാ ബാനർജിക്ക് കത്തുണ്ട്. ഇത്രയൊന്നും പ്രാധാന്യമില്ല ഇന്ത്യൻ പ്രസിഡന്റിന്. എന്താണ് ഇന്ത്യൻ പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, അവർ ആദിവാസിയാണ്. അവരോട് പറഞ്ഞ കാര്യമില്ല. മുമ്പത്തെ ആൾക്കും ഇല്ല, അദ്ദേഹവും ഈ ഗണത്തിൽ പെടില്ല. അതുകൊണ്ട് രാംനാഥ് കോവിന്ദിന് ക്ഷണമില്ല. രണ്ടുപേരും പറഞ്ഞ കാര്യമില്ല. ഓക്കെ, പിന്നെ ക്ഷണം കിട്ടാത്ത രണ്ടുപേരുടെ കാര്യത്തിലാണ് എനിക്ക് ആലോചിക്കുമ്പോൾ ഈ ചരിത്രത്തിന്റെ ക്രൂര ഫലിതം എത്ര വലുതാണെന്ന് മനസ്സിലാവുന്നത്. രണ്ടുപേർ, ഒന്ന് എൽ കെ അദ്വാനി, മറ്റൊന്ന് മുരളി മനോഹർ ജോഷി. ഇന്ത്യയിലെമ്പാടും നടന്ന് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി കട്ടപൊറുക്കിയ മനുഷ്യരാണ് രണ്ടുപേരും. ആ രണ്ടുപേർക്കും ക്ഷണമില്ല. അതുകൊണ്ട് ചരിത്രത്തിലുടനീളം രാമക്ഷേത്രത്തിന് കട്ട ചൂടുന്നതിലൊരു കാര്യം പ്രസക്തമല്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് ഇവർ ഈ പറയുന്ന രാമക്ഷേത്രത്തിലെ രാമനെ പറ്റി മലയാളത്തിൽ എഴുതിയ കൃതിയായ അധ്യാത്മ രാമായണത്തിൽ ഒരു വരിയുണ്ട്. അത് നരേന്ദ്രമോദിക്കും പ്രസക്തമാണ്. അതുകൊണ്ട് എൽ കെ അദ്വാനി എന്ന ഇന്ത്യയിലെ ഈ പറയുന്ന പാർട്ടിയുടെ എക്കാലത്തെയും ശക്തനായ നേതാവിനോട് ഇങ്ങനെ പെരുമാറുന്ന മോഡിയെ രാഷ്ട്രീയ ഹിന്ദുത്വം നാളെ ട്രീറ്റ് ചെയ്യുന്നതും ഈ തരത്തിൽ തന്നെയായിരിക്കും. അത് ഒരു യാഥാർത്ഥ്യം.